ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മൂസ് ഫാത്തിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് കഞ്ചൂരി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടിക്ക് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകും ഒരു കൂടി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മുളക് എടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തേയില ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ആവശ്യം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട് ചിക്കന്. നമുക്കിതെടുത്ത് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടിക്ക് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്റ്റീം ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മസാല എല്ലാം ഉള്ളിലേക്ക് നല്ല പോലെ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത ചിക്കൻ കഴിക്കാൻ. നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുതൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിക്ക് കുബൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കഞ്ചൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസ് കാണുമ്പോഴേക്കും ബൈ.